അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11 വ്യാഴാഴ്ച. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമാണെന്നും വ്യാപക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രവും NTA-യും. പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചിട്ടില്ലെന്നും പരീക്ഷാഫലം റദ്ദാക്കേണ്ടതില്ലെന്നും NTA നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാറ്റ്ന, ഗോദ്ര എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നത്. റാങ്ക് ലിസ്റ്റിലും മാർക്ക് നൽകിയതിലും അപാകതയില്ലെന്നും ഗ്രേസ് മാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും NTA കോടതിയെ അറിയിച്ചു. പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പരക്കെ വ്യാപിക്കുന്നു. 24 മണിക്കൂറിനിടെ 13,756 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്നലെ 225 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കേരളം പുറത്തുവിട്ട കണക്കനുസരിച്ച് 20 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ 37 പേർക്ക് H1N1 കേസുകളും സ്ഥിരീകരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ. സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്ഥിരീകരിച്ചത്. ഇത് അപകടകരമായ മസ്തിഷ്ക ജ്വരമല്ലെന്നും വെർമമീബ വെർമിഫോസിസ് എന്ന അണുബാധയാണ് കുട്ടിക്കുണ്ടായതെന്നും കുട്ടി എറണാകുളത്ത് ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന 2 പേരുടെ സാമ്പിളാണ് പോസിറ്റീവായത്. ഇതോടെ 3 പേർക്കാണ് ഈ സ്ഥാപനത്തിൽ കോളറ സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി കേരളം മാറുമെന്നും അഭിമാനപൂർവ്വം ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് നാളെ എത്തിച്ചേരുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിച്ചു. മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും UDF-ന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് ദൂരവ്യാപകമായി ഫലമുളവാക്കുന്ന ഒന്നാണെന്നും മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഈ വർഗീയ ശക്തികളെല്ലാം ചേർന്ന് UDF-നൊപ്പം നിന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഈ വർഗീയ ശക്തികളെ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമമാണെന്നും ഇതിന്റെ ഭാഗമായാണ് 2.8% വോട്ട് കുറഞ്ഞിട്ടും UDF ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM CPI നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നുവെന്നും CPM CPI പാർട്ടികളുടെ അടിത്തറ തകർന്നുവെന്നും 1000 പിണറായിമാർ പുറത്തുണ്ടെന്നും CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂട്ടുത്തരവാദിത്തം വേണമെന്നും മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ വാഹനങ്ങളിലെ സാഹസിക പ്രകടനത്തിൽ കടുത്ത നടപടിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. മറ്റുള്ളവരുടെ ജീവനെടുക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഉത്തരവുണ്ട്. കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K ബൈജുനാഥാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് കേരളീയം വീണ്ടും നടത്തുന്നത് ആഭാസമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 100 കണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരണപ്പെട്ടത്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. ജൽജീവൻ മിഷൻ പോലും മുടങ്ങിക്കിടക്കുകയാണ്. കരാറുകാർക്ക് സംസ്ഥാന സർക്കാർ പണം നൽകുന്നില്ല. 6 മാസം സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം NHM ഫണ്ട് കേരളത്തിന് കിട്ടിയില്ല. ആരോഗ്യമന്ത്രി പൂർണ്ണ പരാജയമാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ പണമില്ലാത്തവരാണ് കേരളീയം നടത്തുന്നതെന്നും പിണറായിയുടെ കീശ വീർപ്പിക്കാനാണ് കേരളീയം പോലുള്ള ദൂർത്ത് നടത്തുന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഔദ്യോഗിക ക്ഷണമില്ലാത്തതിനാൽ വിഴിഞ്ഞം ട്രയൽ റൺ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അറിയിച്ചു.
നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായി തോമസ് ജെ നെറ്റോയുടെ പേര് ഉണ്ടെങ്കിലും ക്ഷണം ഇല്ലാതെയാണ് പേര് ചേർത്തതെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കി. എന്നാൽ ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കുമെന്ന് വിഴിഞ്ഞം തുറമുഖം അധികൃതർ പറഞ്ഞു. ബിഷപ്പിനെ നേരിൽ കണ്ട് ക്ഷണിക്കാനും തീരുമാനമുണ്ടെന്നാണ് സൂചന. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂരിലെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KD പ്രതാപനെ ഈ മാസം 17-ന് നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി. നിക്ഷേപകരിൽ നിന്ന് പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നുമാണ് EDയുടെ ആവശ്യം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയിൽ ED നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് പ്രൊഡക്ഷൻ വാറണ്ട്. ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീനയുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ISRO ചാരക്കേസ് CI ആയിരുന്ന S വിജയൻ കെട്ടിച്ചമച്ചതാണെന്ന് CBI. നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI KK ജോഷു ആയിരുന്നുവെന്നും CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ SP S വിജയൻ, മുൻ DGP CB മാത്യൂസ്, മുൻ DGP RB ശ്രീകുമാർ, SI KK ജോഷുവ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ. ഗൂഢാലോചന, സ്ത്രീകളോട് മോശമായി പെരുമാറുക, തടഞ്ഞുവെക്കുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ISRO ചാരക്കേസിൽ സത്യം ഒരു നാൾ പുറത്തുവരുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് നമ്പി നാരായണൻ. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യം പുറത്തുവന്നതിൽ സന്തോഷമെന്നും നമ്പി നാരായണൻ പറഞ്ഞു. ചാരക്കേസിന്റെ കാലത്ത് എല്ലാ മാധ്യമങ്ങളും തനിക്കെതിരെ നിന്നു. ഞാൻ തെറ്റുകാരൻ അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായിരുന്നു. സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതോടെ തന്റെ ജോലി കഴിഞ്ഞെന്നും നമ്പി നാരായണൻ പറഞ്ഞു. കുടുംബത്തിനു വേണ്ടി വീട്ടമ്മമാർ സഹിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തണമെന്നും ATM ഉപയോഗിക്കാൻ നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. പത്തനംതിട്ടയിൽ CPMൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനാണ് പിടിയിലായത്. കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രനൊപ്പം പാർട്ടിയിൽ ചേർന്ന ആളാണ് പിടിയിലായ യദുകൃഷ്ണ. CPMൽ ചേർന്ന യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി പാർട്ടി നേതൃത്വം. യദുകൃഷ്ണനെ കഞ്ചാവ് കേസിൽ എക്സൈസ് കുടുക്കിയതാണ്. യുവമോർച്ച ബന്ധമുള്ള അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്നും യദുവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി വിശദീകരണം നൽകി. ചാൻസലർക്കെതിരെ കേസ് നടത്തുന്ന VCമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഗവർണർക്ക് എതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി VCമാർക്ക് ഗവർണർ നോട്ടീസ് അയച്ചു. കേസ് നടത്താൻ 1,13,00,000 രൂപയാണ് VCമാർ ചെലവാക്കിയിരിക്കുന്നത്. ഈ തുക തിരികെ അടയ്ക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. സർക്കാർ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതിന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന്റെ മുന്നറിയിപ്പ്. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി ADGPക്ക് താക്കീത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 10 ദിവസത്തേക്ക് സിംഗപ്പൂരിലേക്കായിരുന്നു യാത്ര. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉണ്ടായതിനാൽ കമ്മീഷന്റെ അനുമതിയോടെയാണ് യാത്ര നടത്തിയത് എന്നാണ് ADGPയുടെ വിശദീകരണം. രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പ്രതി സജിത് ശ്യാമിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിക്കെതിരെ നിലനിൽക്കുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും കോടതി പറഞ്ഞു. അവയവക്കടത്തിന് പിന്നിൽ വലിയ റാക്കറ്റുണ്ടെന്ന് അറിയിച്ച പോലീസിന്റെ ആരോപണം ശരിയെങ്കിൽ വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ വാഹന ലൈസൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂരിൽ ലൈസൻസ് ഇല്ലെന്ന് റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് RTO, സബ് RTO പരിധികളിൽ ലൈസൻസ് ഉണ്ടോയെന്ന് പരിശോധിക്കും.
നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ് തില്ലങ്കേരി യാത്ര നടത്തിയിരുന്നു. വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള 9 കുറ്റങ്ങളാണ് MVD ചുമത്തിയിരിക്കുന്നത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആരാണ് രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം KK ശൈലജ കാണിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെ എതിർക്കുന്നതിനൊപ്പം മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെയും എതിർക്കണമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കെതിരെയാണ് സലാമിന്റെ വിമർശനം. PSC അംഗത്വം ലഭിക്കുന്നതിന് കോഴയായി വാങ്ങിയ 20 ലക്ഷം രൂപ പ്രമോദ് കൂട്ടുളി തിരിച്ചു നൽകിയെന്ന് ആരോപണമുന്നയിച്ച ഡോക്ടറുടെ ഭർത്താവ് പറഞ്ഞു. പണം തിരികെ കിട്ടിയതിനാൽ പരാതിയില്ലെന്നും ഡോക്ടറുടെ ഭർത്താവ് പോലീസിന് മൊഴി നൽകി. പോലീസിന് ലഭിച്ച മൊഴിയുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് CPM നേതൃത്വം പരാതിയില്ലെന്ന് അവകാശപ്പെട്ടത്. PSC അംഗത്വ നിയമനത്തിനുള്ള നീക്കമല്ല നടന്നതെന്നും ആയുഷ് വകുപ്പിലെ സ്ഥലം മാറ്റത്തിനുള്ള കോഴയായിരുന്നു ഇതെന്നുമാണ് പാർട്ടിക്കകത്തെ വിശദീകരണം. അന്തിമ നടപടി തീരുമാനിക്കാൻ ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരും. വൈദ്യുതി അപകടങ്ങളുടെ മുഖ്യ കാരണം അശ്രദ്ധ, അജ്ഞത, അലംഭാവം എന്നിവയാണെന്നും ഇത് മറികടക്കാൻ ബോധവൽക്കരണം ഊർജിതമാക്കണമെന്നും KSEB ഉദ്യോഗസ്ഥർക്ക് ഇതിൽ മുഖ്യ പങ്ക് വഹിക്കാനാകുമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി വൈദ്യുതി അപകടരഹിത ഡിവിഷനുള്ള പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുർഘട പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് ചെന്ന് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിലെ കാലതാമസം, ചെലവ്, ബുദ്ധിമുട്ട് എന്നിവ കുറച്ചുകൊണ്ട് ഫീഡർ തകരാർ ഇല്ലാത്ത ഭാഗങ്ങളിൽ വൈദ്യുതി പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള റിമോട്ട് ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ആണ് ഹർജി ഫയൽ നൽകിയത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം വാഴൂർ സോമൻ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പല വിവരങ്ങളും മറച്ചുവെച്ചുവെന്നും ചില ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നുമാണ് സിറിയക് തോമസിന്റെ ആരോപണം. പാചകവാതക ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗിന്റെ പേരിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കത്തിന് കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ ഉറപ്പ്. ആധാർ മസ്റ്ററിംഗിന്റെ പേരിൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ VD സതീശന്റെ കത്ത് പങ്കുവച്ചുകൊണ്ടാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ലഡാക്ക് അതിർത്തി മഞ്ഞുമലകളിലേക്ക് പോയ 3 സൈനികരുടെ മൃതദേഹങ്ങൾ മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം കണ്ടെത്തി. സൈനികരുടെ മൃതദേഹങ്ങൾ ഓപ്പറേഷൻ RTG ദൌത്യത്തിലൂടെയാണ് കണ്ടെത്തിയത്. ഹവിൽദാർമാരായ രോഹിത് കുമാർ, താക്കൂർ ബഹദൂർ, നായിക് ഗൗതം എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 2023 ഒക്ടോബറിലാണ് 38 അംഗ സംഘം അപകടത്തിൽപ്പെട്ട് 3 പേരെ കാണാതായത്. സൈനികരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് വിട്ടുനൽകി. മുംബൈയിൽ ആഡംബര കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച കേസിൽ മുഖ്യപ്രതിയായ മിഹിർ ഷായുടെ പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവരെ മിഹിർ 40 തവണ വിളിച്ചതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് ശേഷം ഓട്ടോറിക്ഷയിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഫോൺ കോളുകൾ. സംഭവത്തിന് ശേഷം മിഹിറും കൂടെയുണ്ടായിരുന്ന ഡ്രൈവറും സ്ഥലത്തു നിന്ന് കാറുമായി കടന്നുകളയുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂരിൽ പോലീസ് പോസ്റ്റിന് നേരെ ഭീകരർ വെടിവെച്ചു. ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. ബസന്ത്ഗഡിലാണ് ആക്രമണം നടന്നത്. ഭീകരർ പോലീസുകാർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. പിന്നാലെ സുരക്ഷാ സേന തിരിച്ചടിച്ചു. ആക്രമണം നടത്തിയവർക്കായി മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. സിംബാബ്വെക്കെതിരെയുള്ള 2020 പരമ്പരയിലെ 3ാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് 23 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 66 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 49 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന്റെയും മികവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 65 റൺസ് എടുത്ത ഡിയോൺ മയേഴ്സിന്റെ മികവിൽ പൊരുതിയെങ്കിലും 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 90-ാം മിനിറ്റിൽ പകരക്കാരൻ ഒലി വാറ്റ്കിൻസ് നേടിയ ഗോളിൽ നെതർലൻഡ്സിനെ തകർത്ത് ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിൽ. 1-2 ഗോളുകൾക്കായിരുന്നു ഇംഗ്ലണ്ടിന്റെ ജയം. നേരത്തെ 7-ാം മിനിറ്റിൽ സാവി സിമോൺസിന്റെ റോക്കറ്റ് ഷോട്ടിലൂടെ മുന്നിലെത്തിയ ഡച്ച് ടീമിനെതിരെ 18-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹാരി കെയ്നാണ് ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചത്. ഇംഗ്ലണ്ടിന്റെ തുടർച്ചയായ 2ാം യൂറോ കപ്പ് ഫൈനലാണിത്.
ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനലിൽ സ്പെയിനാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.